ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഈ പെൺകുട്ടിയെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടു. എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ പെൺകുട്ടിയെ കണ്ടാ പിന്നെ പെൺകുട്ടിയെ പോലെ ഇരിക്കുന്നല്ലോ എന്തോ പറയാനാ. 7 ദിവസത്തിനകം ഞാൻ ആ പെൺകുട്ടിയെ നിങ്ങളെടുത്ത് കൊണ്ടുവരും. പക്ഷേ ഞാൻ ചോദിച്ച 20,000 റുപ്പീസ് ഇപ്പൊ കിട്ടിയാ കൊള്ളാം. വീടിന്റെ എക്സ്റ്റൻഷൻ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 30 ചാക്ക് സിമന്റ് വാങ്ങിച്ചപ്പോ ചാക്കൊന്ന് 130 രൂപ കൂടിക്കൊണ്ടിരിക്കുക. ഒന്ന് പറ. എന്റെ പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ആരെയോ വിളിക്കുന്നു. ഇറങ്ങി പാടാ വെളിയില്. രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ടടാ. നിന്റെ സമയമെടുത്ത് നോക്കിക്കോ. ഒളിച്ചും പാത്തും നിക്കണ്ട കഴിവേറെ മോനെ. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ പരമദ്രോഹി. എടാ എരപ്പേ, പോലീസിന്റെ യൂണിഫോം എടുത്ത് പിച്ചെടുക്കണവനെ നിന്റെ തൊപ്പിയാൻ തെറിപ്പിക്കോടാ. പൂജക്കെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്റെ അച്ഛനെ പറ. അല്ല, അവന്റെ അച്ഛനും സാറുമായിട്ട് എന്താ ബന്ധം? ആർക്കറിയാം? പിന്നെ അവന്റെ അച്ഛൻ എവിടെയെന്ന് സാറിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? സാർ, നിങ്ങൾ എന്നെ മാതിരി സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്തതുകൊണ്ട് 20,000 റുപ്പീസ് വേണ്ടതുണ്ടോ? അയ്യോ, അത് വേണം. അയ്യോ, സിമന്റ് എന്റെ പേര് പാർവതി. ഞാൻ ജനിച്ചതും വളർന്നതും ലണ്ടനിലാണ്. അവിടെ ഡാഡിയും മമ്മിയും ഒത്ത് എന്റെ പപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു. പണം ഉണ്ടാക്കുന്നതിൽ മാത്രം പപ്പ ലഹരി കണ്ടെത്തി. ദിവസങ്ങളോളം അല്ല, മാസങ്ങളോളം പപ്പായെ ഞാൻ കണ്ടിട്ടില്ല. പപ്പായുടെ ബിസിനസ് നാൾക്ക് നാൾ ഒന്നിനൊന്ന് ഉയർന്നു വന്നു. ഉണ്ടാക്കിയ പണം എങ്ങനെ സൂക്ഷിക്കണമെന്ന് മാത്രം പപ്പ പഠിച്ചില്ല. എല്ലാ കാര്യങ്ങളും പപ്പ നാട്ടിലുള്ള ജനങ്ങളെ ഏൽപ്പിച്ചു. ബന്ധുവൊന്നും അല്ലെങ്കിലും അയാളെ പപ്പായ്ക്ക് മമ്മിയേക്കാൾ വിശ്വാസമായിരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടല്ലേ ഒരു രേഖ പോലും ഇല്ലാതെ അദ്ദേഹം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്? എന്റെ പേരിൽ ആ ബംഗ്ലാവ് വാങ്ങരുത്. കുട്ടികളില്ലാത്ത ശാപമോ എനിക്കുണ്ട്. ഇനിയും ഒരു ശാപം, അതിന് എന്റെ ജീവിതത്തിൽ ഇടമില്ല. പപ്പായുടെ ബിസിനസ് ഒരു നിമിഷം കൊണ്ട് തകർന്നു. എന്നാൽ ആ തകർച്ച നേരിടാനുള്ള ശേഷി പപ്പായ്ക്കില്ല എന്ന് ഞങ്ങൾക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. കടബാധ്യതകൾ കൂടിയതോടെ പലപ്പോഴും പപ്പായുടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റി. ഒടുവിൽ പപ്പ ഒരു മാനസിക രോഗിയെ പോലെയായി. എപ്പോഴും ഒരേ ആലോചന, ആരോടും മിണ്ടാട്ടമില്ല. അങ്ങനെ അവിടെയുള്ളതെല്ലാം വിറ്റ് കടം വീട്ടി ഞങ്ങൾ ഇന്ത്യയിലെത്തി. സന്തോഷത്തിന്റെ നാടായിരിക്കും നാട്ടിലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ പപ്പ എല്ലാ രീതിയിലും വഞ്ചിക്കപ്പെട്ടു എന്ന് മമ്മിക്ക് മനസ്സിലായി. അവിടത്തെ കാലാവസ്ഥ പോലെയല്ല, ഇവിടെ പെയിന്റ് ഒക്കെ പെട്ടെന്ന് വാങ്ങും. വണ്ടൻമേഡ് എസ്റ്റേറ്റ് വാങ്ങിച്ചതിന്റെ ഡോക്യുമെന്റ്സ് കാണിച്ചില്ലല്ലോ ഇതുവരെ. അതിൽ ചില കറക്ഷൻസ് വന്നുകൊണ്ട് ലോയറെ ഏൽപ്പിച്ചിരിക്കുക. 3 വർഷം മുമ്പ് വാങ്ങിയ എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ്സ് ഇപ്പോഴാണോ കറക്റ്റ് ചെയ്യുന്നത്? അല്ല, അത് എല്ലാം ഒരു വിശ്വാസത്തിന്റെ പേരിലായോണ്ടാ. അത് മനസ്സിലാക്കിയാ മതി. ഓ, ജഗന്നാഥൻ പൊയ്ക്കോളൂ. ഒന്നും നഷ്ടപ്പെട്ടതിലല്ല, ആത്മാവിന് തുല്യ സ്നേഹിച്ച സുഹൃത്ത് തന്നെ വഞ്ചിച്ച വേദനയിൽ
പപ്പ ഓരോ ദിവസവും ഉരുകി തീരുകയായിരുന്നു. പപ്പായ്ക്ക് സ്വന്തക്കാരും ഇല്ലായിരുന്നു. പപ്പായുടെ പേരിലുള്ളതെല്ലാം തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു ജഗനങ്ങളുടെ ഉദ്ദേശം. പപ്പായ്ക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുകയും ചെയ്യാമായിരുന്നു. ഒരു ദിവസം എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് കരുതി വിഷമമൊന്നും തോന്നണ്ട. എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒന്നുണ്ട്, ഇത് മരുന്നുകൊണ്ട് മാത്രം മാറുമെന്ന് കരുതി വെറുതെ ഇരിക്കുന്നത് മൗഢ്യാണ്. തിരുമേനി പറഞ്ഞ പോലെ ഒരു പൂജ നടത്തുകയാണ് വേണ്ടത്. ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബികേ നമഃ. ഏവം ശ്രീ ലളിതാദേവിയാം നാം നാം സഹസ്രകം വിഭോ. സർവപാപ പരിഹാരം സങ്കൽപ്പിച്ച് ഇവിടെ സമർപ്പിക്കുക. ഇനി ആ നാളികേരം എടുത്ത് ലേശം ഉയർത്തി ആ വെള്ളത്തിലോട്ട് ഇട്ടോളൂ. കർമ്മലോപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഛായ കാണണം. ആ വെള്ളത്തിലെ പ്രതിബിംബം നോക്കിക്കൊള്ളൂ. രണ്ടുപേരും ഇപ്പോൾ എല്ലാ സ്വത്തിനും ഏക അവകാശി ഞാനാണ്. ഇനി അവിടെ നിന്നാൽ ജഗനങ്ങൾ എന്നെ വകരുത്തുമെന്ന് എനിക്ക് ഉറപ്പായി. നിവൃത്തിയില്ലാതെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ഈശ്വരൻ പറഞ്ഞയച്ച പോലെ ഒരാൾ എൻ്റെ സഹായത്തിനെത്തി. ഒരു പെൺകുട്ടിയെ ജനിച്ചതിൻ്റെ ദുഃഖം എനിക്ക് മനസ്സിലായി. ആരും എന്നൊരു പെൺകുട്ടിയെ കാണാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ തോമസായി, രാംകുമാറായി.
എൻ്റെ മനസ്സ് എന്നെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു. ചേട്ടൻ അറിഞ്ഞു അറിയാതെ അതിഷ്ടം പോലെ തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടനെ ജീവിതത്തിൽ മറക്കാനാവില്ല.